നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ കൊള്ള നടത്തിയവർക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്വർണവും അവിഹിതങ്ങളും നാട്ടിൽ നടമാടുമ്പോഴും എല്ലാ ജനങ്ങളുടെയും വോട്ടാണ് തന്നെ ജയിപ്പിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മാന്നാമംഗലം ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ദേശവിളക്ക് എഴുന്നള്ളിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആഘോഷമായി സമാപിച്ചു. മണ്ണുത്തി ജനസേവാ സമിതിയുടെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് മണ്ണുത്തി VVS ഹൈസ്കൂളിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ കൊള്ള നടത്തിയവർക്ക് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വടക്കാഞ്ചേരി കരുവന്നൂർ കേസിലെ പ്രതികളെ LDF സ്ഥാനാർത്ഥികളാക്കി വടക്കാഞ്ചേരിയെ അപമാനിക്കുന്നു എന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി ടൗണിൽ സംഘടിപ്പിച്ച വടക്കാഞ്ചേരി നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും UDF തിരിച്ചുപിടിക്കുമെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KB ശശികുമാർ, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, UDF നേതാക്കളായ സെലക്ട് മുഹമ്മദ്, ജോണി ചിറ്റിലപ്പള്ളി, K അജിത് കുമാർ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, PJ രാജു, PN വൈശാഖ്, അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു. കാരണം ഇവിടെ കരിവണ്ണൂർ, അത് എനിക്ക് അനുഭവം ഉണ്ടായി. കരിവണ്ണൂർ ബാങ്കിന്റെ കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നിയമസഭയിൽ പ്രതിപക്ഷത്ത് നിന്ന് ആദ്യം ഉന്നയിച്ചത് കേരള നിയമസഭയിൽ ഒന്നാം പിണറായിയുടെ കാലത്ത് ഞാനായിരുന്നു. ഒന്നാം പിണറായിയുടെ കാലത്ത് തുടങ്ങിയ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞ CPM നേതാക്കന്മാർക്ക് ഇവിടെ വീണ്ടും മത്സരിക്കാൻ ആ പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകിയെന്ന് പറഞ്ഞാൽ കള്ളന്മാരെ കഞ്ഞിവെച്ചല്ല, ഇവര് സ്വർണം പൂശി കള്ളന്മാരെ സംരക്ഷിക്കുകയാണ്. വടക്കാഞ്ചേരിയില് ഇത്ര പ്രതിഷേധാർഹമായൊരു സംഭവം ഉണ്ടോ? അപ്പോഴാണ് ഞാൻ ടാജറ്റിനോട് ചോദിച്ചത്, ഇവിടുത്തെ ലൈഫ് മിഷന്റെ ആ തട്ടിപ്പ് എവിടെ എത്തി, അത് ഇപ്പോഴെങ്കിലും ആ ഫ്ലാറ്റ് പണിതിട്ടുണ്ടോ എന്ന്. അപ്പൊ പറഞ്ഞു അതും ഇപ്പോഴും പണി പൂർത്തിയാക്കിയിട്ടില്ല. തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും അഴിമതിയുടെയും മറ്റൊരു ഉദാഹരണമാണ്. വടക്കാഞ്ചേരി വളരെ അറിയപ്പെടുന്ന സ്ഥലമാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് ഉച്ച കഴിഞ്ഞെന്ന് കണ്ണൂർ ജില്ലയ്ക്കായിരുന്നു ചുമതല. ഞാൻ ഉൾപ്പെടെ മുഴുവൻ സമയവും നടന്നത്. ഒരു 3-4 കിലോമീറ്റർ നടന്ന് പിന്നീട് കാറിൽ കയറാമെന്നാണ് വിചാരിച്ചു വന്നതെങ്കിലും രാഹുൽ ഗാന്ധിയുടെ കൂടെ നമ്മളെല്ലാവരും ഒന്നിച്ച് നീങ്ങിയപ്പോൾ ഒരു 15-16 കിലോമീറ്റർ നടന്നത് അറിഞ്ഞില്ല. വടക്കാഞ്ചേരി അങ്ങനെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ ആ വടക്കാഞ്ചേരിയുടെ പേര് ഈ കള്ളന്മാര് പ്രധാനപ്പെട്ട തട്ടിപ്പിലൂടെ അവർ പേര് വടക്കാക്കിയിരിക്കുകയാണ്. നാടിന്റെ നല്ല പേര് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ലൈഫ് മിഷൻ ഓർത്തു പോകും. അതിന്റെ തട്ടിപ്പ് എന്താണ്? നമ്മുടെ കോവിഡ് കാലത്ത് ഉണ്ടായ ദുരന്തം, പ്രളയത്തിലുണ്ടായ ദുരന്തം, ആ ദുരന്തങ്ങൾക്ക് പരിഹാരമാക്കാൻ ലോക രാജ്യങ്ങളിലെ ജനങ്ങൾ കേരളത്തെ സഹായിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ ഇവിടുത്തെ റെഡ് ക്രോസ് പോലുള്ള റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സംഘടന എല്ലാ വിഭാഗം ജനങ്ങളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വർണവും ഗർഭവും നാട്ടിൽ നടമാടുമ്പോഴും എല്ലാ ജനതയുടെയും വോട്ടാണ് തന്നെ വിജയിപ്പിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ നടന്ന BJP കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിച്ച സഹായധനം വൈകാൻ കാരണം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയാണെന്നും അവർ കണക്കുകൾ ഇതുവരെ തന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. താൻ തൃശൂർക്കാരുടെ മാത്രം MP അല്ലെന്നും കേരളത്തിന്റെ മുഴുവൻ MP ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷം തോറും നടത്തിവരുന്ന മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു.
ദേശവിളക്ക് ദിനമായ ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മാന്നാമംഗലം ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ശാസ്താംപാട്ടിന്റെയും നൂറുകണക്കിന് അമ്മമാരുടെയും ബാലികമാരുടെയും താലത്തിന്റെ അകമ്പടിയോടെ നടത്തിയ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തി സമാപിച്ചു. മണ്ഡലകാലത്തിന്റെ വ്രതശുദ്ധിയിലും മനഃശുദ്ധിയിലും നാടെങ്ങും ശരണം വിളികൾ കൊണ്ട് നിറയുമ്പോൾ കുടുംബത്തിന്റെയും ദേശത്തിന്റെയും ദേശവാസികളുടെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ദേശവിളക്ക് ആഘോഷിക്കുന്നത് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെത്തിയ എല്ലാവർക്കും പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. ദേശവിളക്ക് ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ നിറവിൽ പുത്തൻപള്ളി. പുത്തൻപള്ളിയിലെ 100ാം പ്രതിഷ്ഠാ തിരുനാൾ ഭക്തിസാന്ദ്രമായി. വൈകിട്ട് 4:30 ദിവ്യബലിക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രാത്രി 7:30 35 കലാകാരന്മാർ അണിനിരന്ന വാദ്യമേളം നടന്നു. വൈകിട്ട് 6:30 വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വാദ്യമേളങ്ങളോടെ ആരംഭിച്ച് രാത്രി 9:30 അമ്പ് എഴുന്നള്ളിപ്പ് പള്ളിയിൽ എത്തിച്ചേർന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടന്ന ദിവ്യബലിക്ക് മാർട്ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 100 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വാദ്യമേളം ഉണ്ടായി. വൈകിട്ട് 4:15 ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണവും തുടർന്ന് ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസലിക്കയിലേക്ക് വ്യാകുലം എഴുന്നള്ളിപ്പും നടക്കും. ഡിസംബർ 1 വൈകിട്ട് 6:30 പുത്തൻപള്ളി അങ്കണത്തിൽ ബാൻഡ് മേളവും തുടർന്ന് വർണ്ണമഴയും നടക്കും.
മണ്ണുത്തി ജനസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തി VVS ഹൈസ്കൂളിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. VVS ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ചമേലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മണ്ണുത്തി ജനസേവാ സമിതിയും മലബാർ ഐ ഹോസ്പിറ്റൽ തൃശൂരും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. 100ഓളം ഗുണഭോക്താക്കൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തു. ജനസേവാ സമിതി ജനറൽ സെക്രട്ടറി CO വിൽസൺ, വനിതാ വിഭാഗം സെക്രട്ടറി അല്ലി മോഹനൻ, മറ്റ് ജനസേവന സമിതിയുടെ അംഗങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടർ സുജിത് ക്യാമ്പിനെ കുറിച്ച് വിശദീകരണം നടത്തുകയും ചെയ്തു. എല്ലാ മാസവും ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ സമിതി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ വിദ്യാലയത്തിൽ പ്രത്യേകിച്ച് VVS ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 100 വർഷക്കാലം പൂർത്തീകരിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന തൃശ്ശൂരിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ കുട്ടികളുടെ ഭാഗ്യവതവും ഉള്ള കുട്ടികളെ തന്നെ ഭംഗിയായി പഠിപ്പിച്ച് എല്ലാ സാഹചര്യത്തിലും ഈ വിദ്യാലയം നിലനിന്നു പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായി ജനസേവന സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ചമേലി ടീച്ചർ ആവശ്യപ്പെട്ട ഏത് സമയത്തും വന്ന് അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ജനസേവന സമിതിക്കുണ്ടായത്. ഇന്ന് നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മുടെ സ്ഥലം നമ്മൾ ചോദിച്ചത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ സ്ഥലം അനുവദിച്ചു. ഈ പ്രദേശത്തുള്ള നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മലബാർ ഐ ഹോസ്പിറ്റലും അതുപോലെ ജനസേവന സമിതി സംയുക്തമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ക്യാമ്പ് നമുക്കറിയാം ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒരു ഗുണകരമായി മാറും. കാരണം നമുക്കറിയാം, സാധാരണക്കാരനും അതുപോലെ തന്നെ അവരുടെ ഇന്നത്തെ ജീവിത ശൈലിയിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ കണ്ണിന് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെയുള്ള സംഘടനകളാണ് അവർക്കൊരു കരുതലായി നമുക്ക് ഇതുപോലെയുള്ള ഐ ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സേവനം നടത്തുന്ന സംഘടന. എന്തായാലും ഇവിടെ നമുക്കറിയാം 9 മണി മുതൽ 1 മണി വരെയാണ് നമുക്ക് സമയം നിഷ്കരിച്ചിട്ടുള്ളത്. ആ സമയങ്ങളിൽ വരുന്നവർക്കൊക്കെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഒപ്പം തന്നെ മലബാർ ഐ ഹോസ്പിറ്റലിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ നമുക്കറിയാം ഞായറാഴ്ചയായാൽ പോലും മണ്ണുത്തി സെന്റ് ആന്റണീസ് തിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ കമ്മിറ്റി ഓഫീസ് വികാരി ഫാദർ ഡേവിസ് ചെറുമൽ ഉദ്ഘാടനം ചെയ്തു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ സണ്ണി പാറശ്ശേരി, ജോയിന്റ് കൺവീനർ നോബി മാനാച്ചേരി, കൈക്കാരന്മാരായ പിയൂസ് ചാലിശ്ശേരി, ആന്റോവി മാത്യു, ടോമി, ലിയോ ആലപ്പാട്ട്, മറ്റ് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 8, 9, 10, 11 തീയതികളിലായാണ് തിരുനാൾ. ഇന്ത്യൻ സൈന്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അതുൽ കൃഷ്ണനെ ആദരിച്ചു. അഗ്നിവീറിലൂടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും NCC കേഡറ്റുമായ മറ്റം സ്വദേശി അതുൽ കൃഷ്ണയെ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി NCC യൂണിറ്റ് ആദരിച്ചു. അതുൽ കൃഷ്ണയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ മേജർ PJ സ്റ്റൈജു അതുൽ കൃഷ്ണയ്ക്ക് ഉപഹാരം നൽകി. ശശികുമാർ മുഖ്യാതിഥിയായി. സൈന്യത്തിലുള്ള അവസരങ്ങളെക്കുറിച്ച് നായിക് സുബേദാർ നകുൽ മിർദ സംസാരിച്ചു. സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് മോഹൻ, ഇസബൽ ജോസ്, മിൻസാര, മുഹമ്മദ് ഷംസുദ്ദീൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. അതുൽ കൃഷ്ണ KS മറുപടി പ്രസംഗം നടത്തി. മറ്റം ഗ്രൗണ്ട് സ്റ്റോപ്പിനടുത്തുള്ള കോലാരി വീട്ടിൽ സുനിൽകുമാർ അനിത ദമ്പതികളുടെ മൂത്ത മകനാണ് അതുൽ കൃഷ്ണ. വിദ്യാർത്ഥികളെ സൈനിക ജീവിതത്തിലേക്ക് ആകർഷിക്കാനാണ് ഇത്തരം ആദര സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതെന്ന് യൂണിറ്റ് ഓഫീസർ മേജർ PJ സ്റ്റൈജു അറിയിച്ചു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. മാപ്രാണം ഹോളി ക്രോസ് ദേവാലയത്തിന് സമീപം തെക്കൂടൻ വീട്ടിൽ പരേതനായ റപ്പായി ഭാര്യ അന്നംകുട്ടിയാണ് മരിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ അംഗവും തൊഴിലുറപ്പ് തൊഴിലാളിയുമായിരുന്നു. മക്കൾ ആൻറ്റു, വർഗീസ്, ബീന, മരുമക്കൾ മേരി, ആലിസ്, പരേതനായ ജോയ്. ഇരിങ്ങാലക്കുട പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സംസ്കാരം മാപ്രാണം ഹോളി ക്രോസ് ദേവാലയത്തിൽ നടന്നു. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. കുടുംബശ്രീ ബാലസഭ പ്രകൃതി പഠന ക്യാമ്പ് തുടങ്ങി. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ തൃശൂർ കില ക്യാമ്പസിൽ കുടുംബശ്രീ ബാലസഭ പ്രകൃതി പഠന ക്യാമ്പ് തുടങ്ങി. പ്രകൃതി പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കില അസിസ്റ്റന്റ് ഡയറക്ടർ KPN അമൃത, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, സംസ്ഥാന പ്രോഗ്രാം മാനേജർ അരുൺ P രാജൻ, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ അയൽക്കൂട്ട ബാലസഭകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികളാണ് പ്രകൃതി പഠന ക്യാമ്പിലേക്ക് പങ്കെടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം എൻ്റെ ഫോട്ടോഗ്രാഫി അനുഭവങ്ങൾ, ക്യാപ്ചറിംഗ് റിയാലിറ്റി ആൻഡ് ക്രിയേറ്റിംഗ് മാജിക് വിത്ത് AI വരയും ചിന്തയും എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു. തുടർന്ന് വൈകിട്ട് കലാസന്ധ്യയും അരങ്ങേറി. പ്രകൃതി പഠന ക്യാമ്പിനോടനുബന്ധിച്ച് സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരവും നടക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കായി ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ജവഹർ ബാലഭവനിൽ ഫോട്ടോ പ്രദർശനം നടക്കും. എല്ലാ ജില്ലകളിൽ നിന്നും കണ്ടെത്തിയ മികച്ച സൃഷ്ടികളാണ് ഫോട്ടോ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതി പഠന ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശനവും ഒരുക്കിയിട്ടുണ്ട്. സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ സഹോദരനെ വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. സഹോദരനുമായുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് അസഭ്യം പറഞ്ഞ് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് കുണ്ടുകാട് സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച്
വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. ചൊവ്വൂർ പാറക്കോവിൽ വെച്ച് നടന്ന കൊലപാതക കേസിലെ പ്രതി രാഗേഷിനെ ജീവപര്യന്തം കഠിന തടവിന് പുറമെ വിവിധ വകുപ്പുകളിൽ 9 വർഷവും തടവും 6 ലക്ഷം രൂപ പിഴയായും ശിക്ഷ വിധിച്ചു. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ തൈക്കാട്ടുശ്ശേരി കൈതാരൻ വീട്ടിൽ വിജീഷിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചൊവ്വൂർ പാറക്കോവിൽ സ്വദേശി കള്ളിയത്തി വീട്ടിൽ രാഗേഷിനെ ജീവപര്യന്തം കഠിന തടവിന് പുറമെ വിവിധ വകുപ്പുകളിൽ 9 വർഷം തടവും 6 ലക്ഷം രൂപ പിഴയായും ശിക്ഷ വിധിച്ചു. തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി കെ കമനീസാണ് ശിക്ഷ വിധിച്ചത്. മുളയം കുട്ടനല്ലൂർ വാര്യത്ത് രാമനാഥൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. മുളയം ഇക്കണ്ട വാര്യർ മെമ്മോറിയൽ LP സ്കൂൾ അധ്യാപകനായിരുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പലക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ്, മുളയം പനങ്ങാട്ടുകര ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പരേതരായ നെട്ടിശ്ശേരി വാര്യത്ത് രാമവാര്യരുടെയും കുട്ടനല്ലൂർ വാര്യത്ത് അമ്മണി വാരസ്യാരുടെയും മകനാണ്. ഭാര്യ ഇന്ദിര, മക്കൾ വിജി, രാജി, മരുമക്കൾ ബാലകൃഷ്ണൻ, വിജയ്. ഞായറാഴ്ച 10:30 മുതൽ 2 വരെ മുളയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ കൊള്ള നടത്തിയവർക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്വർണവും അവിഹിതങ്ങളും നാട്ടിൽ നടമാടുമ്പോഴും എല്ലാ ജനങ്ങളുടെയും വോട്ടാണ് തന്നെ ജയിപ്പിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മാന്നാമംഗലം ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ദേശവിളക്ക് എഴുന്നള്ളിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആഘോഷമായി സമാപിച്ചു. മണ്ണുത്തി ജനസേവാ സമിതിയുടെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് മണ്ണുത്തി VVS ഹൈസ്കൂളിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.